അയ്യോ രണ്ടുപേരും ഒരേപോലത്തെ കോസ്റ്റ്യൂം കളർ ഒരിക്കലും അങ്ങനെ പറ്റാറില്ല. ഇന്നങ്ങനെ പറ്റി 43 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങനെ പറ്റും. പ്ലാൻ ചെയ്തതല്ല. ഫസ്റ്റ് ടൈം ആഫ്റ്റർ 43 years some coincidence. സന്തോഷം തോന്നുന്നില്ലേ? അതെ അതെ സന്തോഷം തോന്നുന്നില്ല. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ 9th-നാണ് ഞങ്ങളുടെ 43rd anniversary. 1981 May 9th-നായിരുന്നു കല്യാണം. അഡ്വാൻസ് ഇവിടുത്തെ അത് ആവശ്യമാണ്, പ്രയാസം ആവശ്യമാണ്. TDM ഹാളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലല്ലോ, നത്തിങ് ഇല്ല. എല്ലാം TDM ഹാൾ മാത്രമേ ഉണ്ടായിരുന്നു ആ കാലത്ത്. ദാസേട്ടനെ കൊന്നിട്ടുണ്ടായിരുന്നില്ല? ദാസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കരുണാകരൻ ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, വളരെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, പാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. ചേച്ചിയിലേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, അതാണ്. എന്തുകൊണ്ട് നമ്മളിവിടെ വരാറില്ല. ഇവിടെ ചെന്നൈയില് നമ്മുടെ ജീവിതം മുഴുവൻ ആ ചുറ്റിപ്പറ്റി അവിടെയല്ലേ. അവിടെ ഭയങ്കര ചൂടല്ലേ? ചെന്നൈയാ? അല്ല, ഇവിടുത്തെ ഇത്ര ഇല്ല ഇപ്പൊ. അത്ര ചൂടില്ല അവിടെ. ഇല്ല, ഒരു 38, 39. പക്ഷെ വൈകുന്നേരം അപ്പോൾ സീ ബ്രീസ് വരും, നല്ല കൂൾ സീ ബ്രീസ് വരും അവിടെ. അതെ അതെ, അവിടെ ഇതുണ്ടല്ലോ, ബീച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ഒന്നൊരു കൂളിംഗ് എഫക്റ്റ്. അത്ര ചൂടില്ല. നിങ്ങൾ പല പല ഇതാൾക്കാരാണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമയൊക്കെ മോസ്റ്റ്ലി ഇൻ ദ TV. OTT കാണും, തിയേറ്ററിൽ ഇപ്പൊ കണ്ടു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു. എങ്ങനെയുണ്ട്? നല്ല രസം. നമ്മുടെ ആടുജീവിതം ഞാൻ കണ്ടതൊന്നും പറ്റിയില്ല പോവാൻ. അത് തിയേറ്ററിൽ തന്നെ കാണണം. അതിന് ഞാൻ തിയേറ്ററിൽ കാണാൻ പോയത് റഹ്മാൻ്റെ റീറെക്കോർഡിങ്ങിനും റസൂൽ പൂക്കുറ്റിയുടെ സൗണ്ട് ഇഫക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അത് പോയി കണ്ടത്. എന്ത് രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ. ബിക്കോസ് അതിൻ്റെ ആ പാത്തോളജിക്കൽ അവരെ ട്രീറ്റ് ചെയ്യണ കണ്ട് ഞാൻ അധികം വളരെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. സൂക്ഷിക്കണം, നമ്മളെ പടത്തിന്റെ വ്യൂ പറയുക. അല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ്. നമ്മൾ എപ്പോഴും പോയാൽ നന്നായിട്ട് സംസാരിക്കും. അല്ല, സീരിയസ് ആയിട്ട് എവിടെ വെച്ച് ചോദിച്ചാലും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ചേച്ചിയാ വലിച്ചോണ്ട് പോണത്. എനിക്ക് പേടിയാണ്. നിങ്ങൾ രണ്ടാളും കൂടെ മനസ്സിന്റെ നല്ല മനസ്സായതുകൊണ്ട് വേറെ വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഒട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലാതെ പറയാതെ. ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആവട്ടെ മൂവി. പുതിയ വിശേഷങ്ങൾ എന്തുപോലെ? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മോള് മൊറീഷ്യസിൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ഞങ്ങള് എനിക്ക് മോളൊരു കൊച്ചു മോളെ തന്നിട്ടുണ്ട്. അപ്പോ അവളെ അമ്മമ്മ കുട്ടിയാണ്. അപ്പോ ഇന്നിപ്പോ അപൂർവമായിട്ട് ഞാൻ രണ്ടുപേരും ഇല്ലാതിരിക്കുള്ളൂ അവിടെ ചെന്നൈയില്. നാളെ കാലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു മടങ്ങും. ഞാനോ ശ്വേത ആരെങ്കിലും ഒരാൾ വേണം. നിങ്ങൾ രണ്ടാളെയും കാണാൻ ഒരുപോലെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കൊച്ചിനെയും എന്നെ കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേര് പറയുന്നുണ്ട്. ശരിക്കും ജൂനിയർ ആണ് എന്ന് പറഞ്ഞിട്ടേ ഒരുപോലെ രണ്ടാളും ഒരുപോലെ എന്ന് വെച്ചിട്ടേ ഞങ്ങൾ വീഡിയോ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, മറ്റേ കല്യാണത്തിന്റെ ഒക്കെ വരുമ്പോൾ. അപ്പൊ കണ്ടിട്ട് എല്ലാ ആൾക്കാരും പറയുന്നത് ശരിക്കും നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. ഫ്യൂച്ചറിൽ ഏറ്റവും രസം കമന്റ്സ് ഒക്കെ വായിക്കാനാണ്. ഇതിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഓരോ കമന്റ്സ് കാണും. അതില് അമ്മയും അമ്മൂമ്മയൊക്കെ നല്ലോണം ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നു, കൊച്ചിനെ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഓരോ ആൾക്കാരെ കമന്റ് വായിക്കാനാണ്. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവൾക്ക് ദേഷ്യം എന്താ വെച്ചാൽ നമ്മൾ ആരും അമ്മയുടെ പാട്ട് പാടിക്കൂടാ, ശ്വേതയുടെ പാട്ട് അല്ലേ? അതെ, ഇപ്പൊ നേരില്ലാതെ അവള് എന്റെ പാട്ട് അത് ശ്വേത പാടി. പക്ഷെ അവളുടെ വിചാരം അത് അവളുടെ അമ്മ പാടിയതാണ്, ഞാനല്ല. ഞാൻ അവളെ കൊച്ചിനെ നോക്കണ ഒരാൾ, അത്രേ ഉള്ളൂ. അമ്മ പാട്ട് ശരിയല്ല, അത് അമ്മമ്മയുടെ പാട്ടല്ല, അത് അമ്മയുടെ പാട്ടാണ്.
നിങ്ങൾ രണ്ടാളും പാടിയ ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഒന്നാം കുന്നിന്മേൽ അതെ അതെ, ഞങ്ങൾ മൂന്നുപേരും കൂടെ. മൂന്നുപേരും കൂടെ ഒരു 4 പേര് പാടാം സാർ. സാറ് 4 പേര് പാടാമോ? ഡിസ്റ്റൻസ് അതിപ്പോ വേണ്ട മോനെ. സാറ് 4 പേര് പാടാം. നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ കൂടാള അമ്മ കാവേരി തീരത്തോ കാച്ചരുവിയോരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു കളി വീടുണ്ടാക്കി. ഇതുപോലെ തന്നെയായിരുന്നു അതിൽ കേൾക്കാൻ. സെയും അതെ, ചേച്ചിയും കൂടെ 4 പേര്. ഈ സെയും 4 മോനെ, ഒന്ന് പേര്. വേഗം വാ. വരൂ വരൂ. എവിടെ? ഏച്ചി പാടില്ല അങ്ങനെ. മ്യൂസിക് ഒക്കെ വേണം അല്ലേ? അല്ല മ്യൂസിക് ഇപ്പൊ പാടാറില്ലല്ലോ, ആണോ? ഇപ്പൊ ഫുൾ ടൈം ജഡ്ജിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയ സ്ഥലത്താണോ നിൽക്കുന്നത്? ഇവിടെ തന്നെയാണോ നമ്മൾ വന്ന് ഇറങ്ങിയത്? അതെ, ഇവിടെ തന്നെ ഇവിടെ തന്നെ. അവിടെ കാണാനില്ല. ഒന്ന് വണ്ടി ഇവിടെ കൊണ്ടുവരും. ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടേ? അപ്പൊ ശരി, ചെന്നൈ പാക്കണം രാമചന്ദ്രൻ. ചേച്ചി അല്ല, എനിക്ക് അങ്ങനെ പാടാൻ പറ്റില്ല. മ്യൂസിക് ഒക്കെ വേണം അല്ലേ? പറ്റില്ല മോനെ, എനിക്ക് പറ്റില്ല. എനിക്ക് കുറെ വാമിംഗ് ഒക്കെ കഴിച്ചാലേ പാടാൻ പറ്റുള്ളൂ. ചേട്ടൻ പറഞ്ഞിട്ടേ ജഡ്ജിങ് മാത്രമേ പാട്ട് പാടില്ല. ആര് മോഹൻ പറഞ്ഞ? അതെ, ഞാൻ പാടില്ല. ലൈവ് ഷോസ് ഒക്കെ നിർത്തി തന്നെ പറയാം. കാരണം നമുക്ക് പാട്ടെന്ന് പറയുമ്പോൾ ഒരു അതിന് 150% അതിന് സമയം കൊടുക്കണം. അതിനത് അവിടെ വേറെ